അടുത്ത ലീനിയർ ഇനീക്വാലിറ്റീസ് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യാൻ പോകണം. അപ്പോൾ അതിനകത്ത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ 2022 ക്വസ്റ്റ്യൻ ആണ്. സോൾവ് 4x+3 <6x+7. ഓക്കെ, അതായത് 4x+3യും 6x+7ഉം ഇന്ന് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോൾവ് കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് കാര്യം ചെയ്യാം. ഈ എക്സുകാരെല്ലാം ഒരു സൈഡിലേക്ക് ആക്കാം, ബാക്കിയുള്ളതെല്ലാം വേറൊരു സൈഡിലേക്ക് ആക്കാം. ഇതിൻ്റെ ടെക്നിക്ക് അത്രേ ഉള്ളൂ. എക്സ് ഉള്ളതെല്ലാം ഒരു സൈഡിലേക്ക് ആക്കുക, ബാക്കിയുള്ളതെല്ലാം വേറൊരു സൈഡിലേക്ക് ആക്കാം. ഇതിനകത്ത് 4x ഉണ്ട്, 6x ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, ഈ 4xന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. ഓക്കെ, 4xന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോകാം കേട്ടോ. ഒരു കാര്യം ചെയ്യാം, 4xന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 3 ഇവിടെ നിൽക്കും, 6x ഇപ്പുറം തന്നെ ഉണ്ട്. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചോളണേ. ഇവിടെ നിന്ന് 4x അപ്പുറത്തേക്ക് പോകും, ഇവിടെ നിന്ന് 7 ഇപ്പുറത്തേക്ക് വരും. ഓക്കെ, അതായത് 3ക്കും 6xനും മാറ്റമൊന്നുമില്ല, അവരവിടെ തന്നെ ഉണ്ടാവും. ആ മാറ്റം അവിടെ ഉള്ളവർക്ക് സൈൻ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, അവിടെ തന്നെ നിൽക്കുന്നവർക്ക്. പക്ഷേ ഈ അങ്ങോട്ട് മാറി വരുന്ന ആൾക്കാരല്ലേ, അവർക്ക് സൈൻ ചേഞ്ച് ഉണ്ടാവും. അതായത് ഈ 4x ഉണ്ടല്ലോ, 4x അപ്പുറത്തേക്ക് പോവാണല്ലോ, അതുകൊണ്ട് 4xനൊരു സൈൻ ചേഞ്ച് ഉണ്ടാവും. അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് -4x ആവും. ഈ 7 ഇല്ലേ, ഇത് +7 അല്ലേ, അത് അപ്പുറത്തേക്ക് പോകുമ്പോൾ -7 ആവും. സോ 3 - 7 എന്താണ്? -4. -4 6x - 4x നമുക്ക് 2x എന്ന് കിട്ടും. ഇനി നമുക്ക് വേണ്ടത് എന്താ? എക്സ് അല്ലേ. അപ്പോൾ എക്സിനെ ഇവിടെ നിർത്തി ഈ 2നെ എടുത്ത് അപ്പുറത്തേക്ക് ഇടണം. 2 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആയതുകൊണ്ട് അപ്പുറ സൈഡിലേക്ക് പോകുമ്പോൾ ഡിവിഷൻ ആവും. -4 / 2 അഥവാ -2 എന്ന് കിട്ടും. -2 <x എന്ന് കിട്ടും. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിലും ചെയ്യാം. അപ്പോൾ ആ രീതിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചിലർ വേറെ രീതിക്കായിരിക്കും ചെയ്യുക. 4x+3 <6x+7 എന്നുള്ളത് ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ 4xന് ഇവിടെ തന്നെ നിർത്തും. എന്നിട്ട് ഈ 6xന് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന രീതിക്കും ചെയ്യാമല്ലോ. അതായത് 7 ഇവിടെ തന്നെ നിർത്തി 3നെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം, അങ്ങനെയും ചെയ്യാം. അപ്പം അങ്ങനെയാണെങ്കിൽ 4x ഇവിടെ തന്നെ നിൽക്കും, ഈ 6x ഇവിടെയുള്ള 6x ഇപ്പുറത്തേക്ക് വരുമ്പോൾ -6x ആവും. കാരണം സൈൻ ചേഞ്ച് ആവണമല്ലോ, -6x ആയി. ഈ 3. ഓക്കെ, ഈ 7 ഇവിടെ തന്നെ ഉണ്ട്, 7 വ്യത്യാസമൊന്നുമില്ല, 7 ഇവിടെ തന്നെ നിൽക്കും. പക്ഷേ ഈ 3 അല്ലേ, 3 ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകും. എന്തിനാ അങ്ങനെ പോണേ? എക്സുകാരിലെ ഒരു സൈഡിൽ, ബാക്കിയുള്ള ഒരു അപ്പുറത്തെ സൈഡിലായതുകൊണ്ട്. അപ്പോൾ 3 അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് അത് -3 ആവും. അപ്പോൾ 4x - 6x -2x എന്ന് കിട്ടും. -2x < 4 എന്ന് കിട്ടും. ഓക്കെ, -2x < 4 എന്ന് കിട്ടും. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് വേണ്ടത് എക്സ് അല്ലേ, നമുക്ക് വേണ്ടത് എക്സ് ആണല്ലോ. അപ്പോൾ എക്സ് കിട്ടാനായിട്ട് ഈ -2നെ അപ്പുറത്തേക്ക് എടുക്കണം. ഈ -2 നെഗറ്റീവ് ആയതുകൊണ്ട്, അപ്പോൾ നോക്കോട്ടെ, എക്സ് ഇവിടെ എക്സ് എഴുതി 4 ഡിവൈഡഡ് ബൈ -2 ആയി. ഇപ്പം നെഗറ്റീവ് നമ്പർ അപ്പുറത്തെ സൈഡിലേക്ക് ഡിവിഷൻ ആയിട്ടോ മൾട്ടിപ്ലിക്കേഷനോ ആയിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ, ഡിവിഷൻ ഓർ മൾട്ടിപ്ലിക്കേഷൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ സൈൻ ചേഞ്ച് ആകും, നടുക്കുള്ള സൈൻ ചേഞ്ച് ആകും. ഇവിടെയുള്ള <> ആവും. x < 4/-2 അല്ലെങ്കിൽ x < -2 എന്ന് വരും. നമുക്ക് ഇവിടെ കിട്ടിയ അതേ ഉത്തരം തന്നെയാണ്. ഇവിടെ -2 < x എന്ന് എഴുതി മാത്രമല്ല, തിരിച്ചിട്ടാൽ x < -2 തന്നെ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, x < -2 കിട്ടും. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. രണ്ടും നിങ്ങൾ ഒരേ ഉത്തരത്തിലേക്ക് തന്നെ എത്തും. പക്ഷേ ആ ടെക്നിക്ക് അറിഞ്ഞിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത് ജൂൺ 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, സോൾവ് ദ ഇനീക്വാലിറ്റി. ഈ ഇനീക്വാലിറ്റി സോൾവ് ചെയ്യുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ, ഓക്കെ, ഈ താഴെ നമ്പർ വന്നിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഇതൊരിത്തിരി ട്രിക്കി ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത്യാവശ്യം വേണമെങ്കിൽ ട്രിക്കി ആകാം. അപ്പോൾ അത് സോൾവ് ചെയ്യാനായിട്ട് നമ്മുടെ അടുത്തൊരു ടെക്നിക്കുണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് താഴെയുള്ള നമ്പർ കളയാനായിട്ടൊരു ടെക്നിക്കുണ്ട്. ഇത്രേ ഉള്ളൂ. ഈ താഴെയുള്ള നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. 5 × 3 എത്രയാണ്? 15 അല്ലേ. എന്നിട്ട് ഇനി ഈ 15 കൊണ്ട് ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതിൻ്റെ ഒരു യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴെയുള്ള നമ്പേഴ്സ് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. അതാണ് ഒരു ടെക്നിക്ക്. ആ താഴെയുള്ള നമ്പേഴ്സ് അങ്ങനെ നിൽക്കുന്ന നമുക്ക് താല്പര്യമില്ല. അത് കളയാൻ വേണ്ടിയിട്ട് ആ താഴത്തെ നമ്പേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. ഈ 5ഉം 3ഉം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, നമുക്ക് 15 കിട്ടി. ഈ 15 നമ്മൾ മേളിൽ രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇൻറ്റു 15 അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്പ് എഴുതാം. ഇൻറ്റു 15 എന്നൊരു സ്റ്റെപ്പ് എഴുതി 15 × 3 × x - 2 ഡിവൈഡഡ് ബൈ 5 < or equal to 15 × 5 × okay, 15 × 5 × 2 - x, 15 ×
5 ഇൻറ്റു 2 മൈനസ് എക്സ് ഡിവൈഡ് ബൈ 3 എന്ന് വരും. ഇവിടെ ഇപ്പോൾ 15 എഴുതിൻ്റെ ഒരു ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ 15ഉം 5ഉം കൂടെ ഡിവൈഡ് ചെയ്യും. 15 ഡിവൈഡ് ബൈ 5 എന്തായിരിക്കും? 3 ആയിരിക്കും. 15 5 കൂടെ കട്ട് ചെയ്ത് നമുക്ക് ഇവിടെ 3 കിട്ടി. അതുപോലെ തന്നെ ഇതാ ഈ 15ഉം 3യും കൂടെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. 15ഉം 3യും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 5 കിട്ടും. ഇനി ഇതിപ്പോൾ എളുപ്പം ചെയ്യാമല്ലോ. അപ്പോൾ താഴെ ഒന്നുമില്ല, നമുക്ക് നേരെ മേളിലുള്ള മൾട്ടിപ്ലൈ ചെയ്യാം. 3 ഇൻറ്റു 3 എത്രയാണ്? 3 ഇൻറ്റു 3 9. 9 ഇൻറ്റു എക്സ് മൈനസ് 2ഉം 5 ഇൻറ്റു 5 25. 25 ഇൻറ്റു 2 മൈനസ് 6ഉം കിട്ടും. അപ്പം 9 എക്സ് മൈനസ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25 ഇൻറ്റു 2 മൈനസ് എക്സ് എന്ന് കിട്ടും. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ബ്രാക്കറ്റിൻ്റെ ഫ്രണ്ടിൽ 9 വന്നതിൻ്റെ അർത്ഥം തന്നെ 9 കോമൺ ആണെന്നാണ്. ഇപ്പോൾ രണ്ട് പേർക്കും 9 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 9 ഇൻറ്റു എക്സ് 9x എന്ന് കിട്ടും. 9 ഇൻറ്റു 2 ഈ 9 ഉപയോഗിച്ച് 2നെ മൾട്ടിപ്ലൈ ആണല്ലോ. 9 ഉപയോഗിച്ച് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 9x കിട്ടി. 9 ഉപയോഗിച്ച് 2നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് 9 ഇൻറ്റു 2 എന്ന് എഴുതാം. ഒരു സ്റ്റെപ്പ് എക്സ്ട്രാ സ്റ്റെപ്പ് എഴുതിയാലും കുഴപ്പമില്ല. നമുക്ക് 9 ഇൻറ്റു 2 കൂടെ എഴുതിയേക്കാം. 9 ഇൻറ്റു 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25 ഇൻറ്റു 2. 25 കൊണ്ട് 2നെ മൾട്ടിപ്ലൈ ചെയ്യും. മൈനസ് 25. അടുത്ത സ്റ്റെപ്പിൽ 9x മൈനസ് 18 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 മൈനസ് 25x എന്ന് കിട്ടും. നമ്മൾ സ്ഥിരം ചെയ്യാറുള്ള പോലെ തന്നെ എക്സുകാരെല്ലാം ഒരു സൈഡിലേക്ക് ആക്കാം, ബാക്കി നമ്പേഴ്സ് ഒരു സൈഡിലേക്ക് ആക്കാം. ഒരു പരിപാടി ചെയ്യാം. ഇവിടെയുള്ള ഈ മൈനസ് 25xന് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ പ്ലസ് 25x ആവും. ഇവിടെയുള്ള ഈ മൈനസ് 18ന് ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ അത് പ്ലസ് 18 ആവും. നമ്പേഴ്സിനെയൊക്കെ ഒരു സൈഡിലേക്ക് ആക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് 9x പ്ലസ് 25x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50. 50ക്ക് മാറ്റമൊന്നുമില്ല. ഈ മൈനസ് 18 അപ്പുറത്തേക്ക് വരുമ്പോൾ പ്ലസ് 18 ആവും. ബാക്കി സ്റ്റെപ്പ് മേളിൽ എഴുതാം. അപ്പോൾ 9x പ്ലസ് 25x എത്ര കിട്ടും? 34x കിട്ടും. 34x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 പ്ലസ് 18 68. ഇനി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ 34 ഇൻറ്റു എക്സ് അല്ലേ. 34ന് അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഡിവിഷൻ ആവും. 60 ഡിവൈഡ് ബൈ 34, അതായത് 2. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഉത്തരം കേട്ടോ. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആയിരിക്കും ഉത്തരം. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ആ സ്റ്റെപ്പ് ഒന്ന് ഓർത്ത് വെക്കുക. താഴെ ഉള്ളത് കളയാനായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അതൊരു എക്സ്ട്രാ സ്റ്റെപ്പായിട്ട് വരണം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റെപ്രസെൻറ്റ് ഇനീക്വാലിറ്റി എക്സ് ഗ്രേറ്റർ ദാൻ -3 ഓൺ എ നമ്പർ ലൈൻ. ഇതൊരു നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, എളുപ്പമാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. എപ്പോഴും ഒരു നമ്പർ ലൈൻ വരയ്ക്കുമ്പോൾ വരയ്ക്കാം. കാരണം നമ്പർ ലൈൻ എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ നമ്പർ ലൈനിൽ 2-3 പോയിൻറ്റ്സ് നമ്മൾ സ്ഥിരമായിട്ട് വരയ്ക്കണം. ഒരെണ്ണം -∞ ഇവിടെ ഉണ്ടാവും, ഒരെണ്ണം +∞ ഇവിടെ ഉണ്ടാവും, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടൊരു 0 ഉണ്ടാവും. ഓക്കെ, എക്സ് ലെസ് ദാൻ -3 അപ്പോൾ -3 എന്ന് പറയുമ്പോഴത്തേക്കും 0യുടെ ഇപ്പുറത്തായിട്ട് വരും. -3 ഇവിടെ ആയിട്ട് വരും. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ -3 അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ആണ് വലുത്. എക്സ് -3നേക്കാളും വലുതായിരിക്കണം. എക്സ് വലുതാകുമ്പോൾ അത് -3യുടെ റൈറ്റ് സൈഡിലായിരിക്കും ലെഫ്റ്റ് സൈഡിലായിരിക്കും. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ -3നേക്കാളും വലിയ നമ്പർ ആയിരിക്കണം. അതായത് അതിൻ്റെ റൈറ്റ് സൈഡിൽ എക്സ് വരാവുള്ളൂ. ഓക്കെ, -3 അല്ല വലുത്, എക്സ് ആണ് വലുത്. വലുത് എപ്പോഴും വലത്തെ സൈഡിലല്ലേ വരുള്ളൂ. അപ്പോൾ എക്സ് ഇവിടെ റൈറ്റ് സൈഡിൽ, എക്സ് ഗ്രേറ്റർ ദാൻ. ഓക്കെ, ഇത് ഓപ്പണിംഗ് പോലെയല്ല വന്നേക്കണം. അപ്പോൾ ഇവിടെ എക്സ് ആണ് വലുത്. അപ്പോൾ എന്താണ്, ഈ -3യുടെ റൈറ്റ് സൈഡിലാണ് നമ്മൾ വരയ്ക്കാനായിട്ട്. ഓക്കെ, ഇനി വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സ് ഗ്രേറ്റർ ദാൻ മാത്രമേ ഉള്ളൂ. ആണല്ലോ, എക്സ് ഗ്രേറ്റർ ദാൻ മാത്രമേ ഉള്ളൂ, ഈക്വൽ ടു ഇല്ല അവിടെ. അതിനർത്ഥം ഈ -3 നമ്മൾ ഉൾപ്പെടുത്താൻ പാടില്ല. -3 ഉൾപ്പെടുത്താൻ പാടില്ല. സോ ഒരു കാര്യം ചെയ്യണം, ഈ -3യുടെ അവിടെ ഒരു ഗ്യാപ്പ് ഇടണം. എന്നിട്ട് അവിടെ ഒരു റൗണ്ട് കൊടുക്കണം. ഓക്കെ, -3യുടെ അവിടെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അവിടെ ഒരു റൗണ്ട് നമ്മൾ കൊടുക്കണം ഇങ്ങനെ. കാരണം -3 ഉൾപ്പെട്ടിട്ടില്ല എന്ന് കാണിക്കാനായിട്ടാണ് കേട്ടോ. -3 അത് ഉൾപ്പെട്ടിട്ടില്ല എന്ന് കാണിക്കാനാണ്. അതിൽ കളർ ചെയ്യാൻ പാടില്ല. ഓക്കെ, അതിൽ കളർ ചെയ്യാൻ പാടില്ല. സെക്കൻഡ്, കളർ വന്നിട്ടുണ്ട് അവിടെ. കൊടുത്താൽ മതി. -3യുടെ ഗ്യാപ്പ്. ഓക്കെ, കറക്റ്റായിട്ടൊന്ന് വരച്ച് വെച്ചേക്കാം. അപ്പോൾ അതൊരു റൗണ്ടോടെ കൊടുക്കണം. കളർ ചെയ്യാൻ പാടില്ല. പക്ഷേ ഇവിടെ നമ്മൾ അത്യാവശ്യം ഡാർക്കായിട്ട് ചെയ്യണം. ഇനി നമ്മൾ ഈ -3 ഗ്രേറ്റർ ദാൻ വരയ്ക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ അത്യാവശ്യം നമ്മൾ ഡാർക്കായിട്ട് തന്നെ ചെയ്യണം. അത് മറ്റേതിനേക്കാളും ഡാർക്കായിരിക്കണം എന്നുള്ളതുകൊണ്ട്. സോ ആ സൈഡ് അത്യാവശ്യം ഡാർക്കായിട്ട് തന്നെ കൊടുക്കുക. കാരണം എന്നാലാണ് ഇതാണ് നമ്മുടെ മെയിൻ ലൈൻ എന്നുള്ള കിട്ടുള്ളൂ. ഓക്കെ, ആ സൈഡിൽ ഡാർക്കായിട്ട് വരയ്ക്കുക. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇപ്പം -3യുടെ ഉൾപ്പെട്ടിട്ടില്ല എന്ന് കാണിക്കാനായിട്ട് അവിടെ ചെറിയൊരു വട്ടം കൊടുക്കുക. എന്നിട്ട് ഇങ്ങോട്ട് ചെയ്യുക. ഇത്രയും വലിയ വട്ടം വേണമെന്നില്ല, ചെറിയ വട്ടം മതിയാണ്. ഓക്കെ, ഇനി അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾവ് ദ ഇനീക്വാലിറ്റി 2 × 2x + 3
-10 ലെസ് ദാൻ 6 × 6x - 2 ആണ്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യന്, പ്രത്യേകിച്ച് പാടൊന്നുമില്ല ചെയ്യാനായിട്ട്, ഡയറക്റ്റായിട്ട് തന്നെ ചെയ്യാം. സോ 2 × 2x + 3 - 10 ലെസ് ദാൻ 6 × 6x - 2. ഇവിടെ താഴെയൊന്നും ഒന്നും കാണാനില്ലല്ലോ, ഡിനോമിനേറ്ററിൽ ഒന്നുമില്ല. സോ പ്രത്യേകിച്ച് വലിയ സ്റ്റെപ്പൊന്നുമില്ല. നേരെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എക്സ് കാരെയുള്ള ഒരു സൈഡിലാക്കുക, ബാക്കിയുള്ള അപ്പുറ സൈഡിലേക്ക് ആക്കുക. സോ ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 2 × 2x എന്ന് വെച്ച് കഴിഞ്ഞാൽ 4x കിട്ടും. 2 × 3 എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 2 × 3 6 കിട്ടും. -10 ലെസ് ദാൻ 6 × x, ബ്രാക്കറ്റ് ഓപ്പണിംഗ് ആണല്ലോ, 6 × x 6 × 2. 6 × x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 6x കിട്ടും. -6 × 2 -12 കിട്ടും. ഇനി 4x പ്ലസ് ഇത് 4x കിട്ടും. 4x പ്ലസ് 6 - 10 എന്താണ്? -4 ആണ്. 4x - 4 ലെസ് ദാൻ 6x - 12 എന്ന് കിട്ടും. എന്ത് ചെയ്യുക? എക്സ് കാരെ ഒരു സൈഡിലേക്ക് ആക്കുക. എക്സ് കാരെ ഒരു സൈഡിലേക്ക് ആക്കുമ്പോഴത്തേക്കും ഇവിടെ 4x ഇവിടെ തന്നെ നിൽക്കട്ടെ. ഈ 6xന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഈ 6xന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ അത് -6x ആവും. ഈ -4ന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ +4 ആവും. ഓക്കെ, അപ്പോൾ 4x - 6x ലെസ് ദാൻ -12 + 4 എന്ന് വരും. എപ്പോഴും ഓർത്തോളെ, അപ്പുറത്തെ സൈഡിലേക്ക് മാറുന്ന ആൾക്കാർക്ക് മാത്രമേ സൈൻ ചേഞ്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ 4x - 6x എന്താണ്? 4x - 6x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2x ആണ്. -2x ആണ് ലെസ് ദാൻ -12 + 4, അത് -8 എന്ന് കിട്ടും. പിന്നെ നമുക്ക് എക്സിന് പിടിക്കാം. എക്സ് ഇപ്പോൾ ഈ -2 അപ്പുറത്തേക്ക് ആകുമ്പോൾ ഡിവിഷൻ ആവുമല്ലോ. -8 ഡിവൈഡ് ബൈ -2 ആവും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് നമ്പർ അപ്പുറത്തേക്ക് ഡിവിഷന് വേണ്ടി പോയി. അതിനർത്ഥം നമ്മുടെ ഈ നടുക്ക് നിൽക്കുന്ന ഈ സൈൻ ചേഞ്ച് ആകും. നെഗറ്റീവ് നമ്പർ അപ്പുറത്തേക്ക് ഡിവിഷന് വേണ്ടിയോ മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയൊക്കെ പോയി കഴിഞ്ഞാൽ സൈൻ ചേഞ്ച് ആവും, എക്സ് ഗ്രേറ്റർ ദാൻ ആവും. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ -8 ഡിവൈഡ് ബൈ -2, മൈനസ് കട്ട് 8/2 4, എക്സ് ഗ്രേറ്റർ ദാൻ 4 എന്ന് കിട്ടും. ഇതാണ് എൻ്റെ ഉത്തരം. ഓക്കെ, ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ സൊല്യൂഷൻ ഓഫ് ദി ഇനീക്വാലിറ്റി 4x + 3 ലെസ് ദാൻ 5x + 7? ഓക്കെ, ഇത് ചെയ്യാനായിട്ട് ഒരു കാര്യം ചെയ്യാം. 4x + 3 ലെസ് ദാൻ 5x + 7 എടുക്കാം. വലത് 5x അല്ലേ? ഒരു കാര്യം ചെയ്യും, 4xന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം, ഇതായിരിക്കും എളുപ്പം. അപ്പോൾ ഇവിടെ 5x - 4x എന്ന് വരും. പിന്നെ ഇവിടെ നിന്ന് ഈ 7 എടുത്ത് ഇപ്പുറത്തേക്ക് ഇടാം. 3 - 7 എന്ന് കിട്ടും. സോ 3 - 7 എന്ന് പറഞ്ഞാൽ -4 ലെസ് ദാൻ 5x - 4x x എന്ന് കിട്ടും. -4 ലെസ് ദാൻ x, അല്ലെങ്കിൽ x ഗ്രേറ്റർ ദാൻ -4 എന്നും വായിക്കാം. അതായത് x -4നേക്കാളും വലുതാണ്. ഈക്വൽ അല്ല, വലുതാണ്. x -4നേക്കാളും വലുതാണ്. ഇനി അപ്പോൾ വലുതാണെന്ന് മാത്രമാണെങ്കിൽ, ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ലെസ് ദാൻ മാത്രം ഉള്ളെങ്കിൽ നമ്മൾ റൗണ്ട് ബ്രാക്കറ്റ് ഉപയോഗിക്കും. ഓക്കെ, റൗണ്ട് ബ്രാക്കറ്റ് ഉപയോഗിക്കാം. അപ്പോൾ എക്സിന് എവിടെ മുതൽ വരെ പോകാം? അപ്പോൾ നമ്മുടെ ഒരു നമ്പർ ലൈൻ വരച്ച് നോക്കാം. നമ്പർ ലൈൻ വരയ്ക്കുമ്പോൾ ഇതൊരു നമ്പർ ലൈൻ ആണെങ്കിൽ, ഓക്കെ, ഇതാണ് -∞, ഇതാണ് +∞, ഇത് നമ്മുടെ -4 ആണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ എക്സിന് -4 മുതൽ +∞ വരെ പോകാൻ പറ്റും. കാരണം എക്സ് -4നേക്കാളും വലുതാണ്. -4 വരാൻ പാടില്ല. ഓക്കെ, -4നോട് വരാൻ പാടില്ല. -4നോട് ഒരു റൗണ്ട് ബ്രാക്കറ്റ് ആയിരിക്കും, കണക്ഷൻ ഉണ്ടാവില്ല. അപ്പം -4 മുതൽ +∞ വരെ. കാരണം എക്സ് വലുതാണല്ലോ, -4നേക്കാളും വലുതാണെങ്കിൽ റൈറ്റ് സൈഡാണ്. അപ്പോൾ ഇത് -4 to +∞ ആയിരിക്കും. ഇനി ഇൻഫിനിറ്റിയുടെ വരെ എപ്പോഴും റൗണ്ട് ബ്രാക്കറ്റ് ആയിരിക്കും. -4 ഉൾപ്പെടെയാണോ? അല്ല, -4 ഉൾപ്പെട്ടിട്ടില്ല. കാരണം എന്താ? -4 ഈക്വൽ ടു സൈൻ ഇല്ല ഇവിടെ. അത് ഉൾപ്പെടാത്തത് കൊണ്ട് അവിടെയും റൗണ്ട് ബ്രാക്കറ്റ് ആയിരിക്കും. ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ സ്ക്വയർ ബ്രാക്കറ്റ് വന്നേനെ. ഉൾപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് അവിടെ റൗണ്ട് ബ്രാക്കറ്റ് തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇത് സ്ഥിരം വരാറുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സോ ടു റിസീവ് എൻ എ ഗ്രേഡ് ഇൻ എ കോഴ്സ്, ഒരു കോഴ്സിൽ എ ഗ്രേഡ് കിട്ടാനായിട്ട് ആവറേജ് ഒരു 90 മാർക്ക് വേണം. ഓക്കെ, അപ്പോൾ ആവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 90 ആയിരിക്കണം. 90 മാർക്സ് ഓർ മോർ. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് ആവറേജ്. ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. നമുക്ക് വേണ്ട ആവറേജ് ഓഫ് 90 മാർക്സ് ഓർ മോർ ആണ്. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ആണ് നമുക്ക് വേണ്ടത്. ഇനി സുനിതയുടെ 4 എക്സാംസിലെ മാർക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 87, 92, 94 ആൻഡ് 95 ആണ്. ഓക്കെ, ഇതാണ് ആ 4 എക്സാംസിൻ്റെ മാർക്ക്. അങ്ങനെയാണെങ്കിൽ
അഞ്ചാമത്തെ എക്സാമിന് എത്ര മാർക്ക് വേണമെന്ന്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ലെറ്റ് ഫിഫ്ത്ത് എക്സാം മാർക്ക് ബി എക്സ്. നമുക്കതിനെ എക്സ് എന്ന് വിളിക്കാം, നമുക്ക് അറിഞ്ഞൂടല്ലോ അഞ്ചാമത്തെ എക്സാമിന് എത്ര മാർക്ക് വേണമെന്നുള്ളത്. ലെറ്റ് ഫിഫ്ത്ത് എക്സാം മാർക്ക് കേട്ടോ, എക്സാമിൻ്റെ മാർക്ക് എക്സ് എന്ന് വിളിക്കാം. ലെറ്റ് ഫിഫ്ത്ത് എക്സാം മാർക്ക് ബി എക്സ്. ലെറ്റ് ഫിഫ്ത്ത് എക്സാം മാർക്സ് ബി എക്സ്. ഓക്കെ, ഫിഫ്ത്ത് എക്സാമിൻ്റെ മാർക്ക് നമുക്ക് എക്സ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ആവറേജ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 90 ആണല്ലോ. ഈ ആവറേജ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90യിൽ ആവറേജിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ആവറേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഈ 5 എക്സാമിൻ്റെയും കൂടെ മാർക്കിൻ്റെ സം ഡിവൈഡഡ് ബൈ 5 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിങ്ങനെ എഴുതാം. ആവറേജ് നിന്ന് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. ആവറേജ് മാറ്റി ഈ 5 എക്സാമിൻ്റെ മാർക്കിൻ്റെ സം, അതായത് 87. ആവറേജിൻ്റെ ഇക്വേഷൻ അറിയാമല്ലോ, നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഉള്ളതെല്ലാം കൂടെ ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ എത്ര ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ 87 പ്ലസ് 92 പ്ലസ് 94 പ്ലസ് 95, ഇതാണ് ആദ്യത്തെ 4 മാർക്കിൻ്റെ എക്സാമിൻ്റെ മാർക്ക്. ഇതിൻ്റെ കൂടെ അഞ്ചാമത്തെ എക്സാമിൻ്റെ മാർക്ക് കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ആണല്ലോ, കാരണം ആവറേജ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 90 ആണല്ലോ. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കാം. 87, 92, 94, 95 കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 368 പ്ലസ് എക്സ് ബൈ 5 എന്ന് കിട്ടും. ഓക്കെ, 368 പ്ലസ് എക്സ് ബൈ 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 എന്ന് കിട്ടും. ഓക്കെ, അതായത് ചോദ്യം ഇത്രേ ഉള്ളൂ, അഞ്ചാമത്തെ പരീക്ഷയിൽ എത്ര മാർക്ക് മേടിച്ചാലും മിനിമം 90 മാർക്സ് നമുക്ക് ആവറേജ് മേടിക്കാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ പിടിക്കുക, അതാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഇപ്പോൾ ഇവിടെ 368 പ്ലസ് എക്സ് ആണ്, നമുക്ക് വേണ്ടത് എക്സ് ആണ്. എപ്പോഴും നമുക്കൊരു കാര്യം അറിയാം, എക്സുമായിട്ട് ഭയങ്കര കോണ്ടാക്റ്റിലുള്ളത് നമ്മൾ അവസാനം എടുത്ത് മാറ്റുള്ളൂ. എക്സുമായിട്ട് അത്ര കോണ്ടാക്റ്റിൽ ഇല്ലാത്ത കാര്യങ്ങൾ ആദ്യം മാറ്റുക. ഇവിടുത്തെ കേസിൽ ഈ താഴത്തെ 5ന് എക്സുമായിട്ട് വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല. 368 ആണ് കൂടുതൽ കോണ്ടാക്റ്റ് ഉള്ളത്. അപ്പോൾ 5നെ എടുത്ത് ആദ്യം അപ്പുറത്തേക്ക് ഇടാം. 5നെ എടുത്ത് അപ്പുറത്തേക്ക് ഇടുമ്പോഴത്തേക്കും 368 പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ഇൻറ്റു 5 എന്ന് വരും. കാരണം 5 ഇവിടെ ഡിവിഷനിലാണ്, ഇപ്പുറത്ത് വരുമ്പോൾ ഇൻറ്റു ആവും, 90 ഇൻറ്റു 5 വരും. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോഴത്തേക്കും 368 പ്ലസ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 ഇൻറ്റു 5 450 വരും. ഇത് നമുക്ക് എക്സിന് പിടിക്കാം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 450 മൈനസ് 368 വരും. കാരണം ഇവിടെ 368 പ്ലസ് ആണ്, ഓക്കെ, പോസിറ്റീവ് വാല്യൂ ആണ്, അപ്പുറത്ത് വരുമ്പോൾ നെഗറ്റീവ് ആവും. ചെയ്ത് വരുമ്പോഴത്തേക്കും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 82 എന്ന് വരും ഉത്തരം. ഓക്കെ, 82 മാർക്സിന് മേളിൽ മേടിച്ചാൽ, 82 മാർക്സോ അതിൻ്റെ മേളിലോ മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എ മാർക്ക് കിട്ടും, എ ഗ്രേഡ് കിട്ടും. ഇത്രയേ ഉള്ളൂ, ഇങ്ങനെയാണ് ചെയ്യുക. ഈ ആവറേജ് എൻ്റെ ക്വസ്റ്റ്യൻ സ്ഥിരം ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇതേപോലുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഇങ്ങനൊരു ഇനീക്വാലിറ്റി സോൾവ് ചെയ്യല്. ഇതും സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ ഓൾറെഡി ചെയ്തതാണ് ഇതേപോലത്തെ ഒരു മോഡലിലുള്ള ക്വസ്റ്റ്യൻ. അതായത് എക്സ് കണ്ടുപിടിക്കുക, പക്ഷേ താഴെയൊക്കെ കുറേ നമ്പേഴ്സ് ഉണ്ട്. അങ്ങനത്തെ കേസ് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവരെ എല്ലാവരെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. 3 ഇൻറ്റു 4 ഇൻറ്റു 5 ചെയ്തിട്ട് അതുകൊണ്ട് മേളിൽ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഫസ്റ്റ് പാർട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഈ പാർട്ടിലുള്ളത് ഫസ്റ്റ് 3 ഇൻറ്റു 4 ഇൻറ്റു 5 ചെയ്യാം. എത്ര കിട്ടും? 3 ഇൻറ്റു 4 ഇൻറ്റു 5 നമുക്ക് 60 കിട്ടും. ഈ 60 കൊണ്ട് എല്ലായിടത്തും മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, സോ 60 ഇൻറ്റു 2x മൈനസ് 1 ഡിവൈഡ് ബൈ 3, ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ഇൻറ്റു 3x മൈനസ് 2 ഡിവൈഡ് ബൈ 4 മൈനസ് 60 ഇൻറ്റു 2 മൈനസ് എക്സ് ഡിവൈഡ് ബൈ 5. എല്ലായിടത്തും ബ്രാക്കറ്റ് വേണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്ത് ബ്രാക്കറ്റ് ഉണ്ടാവണം എന്നുള്ളത്, അതൊരിക്കലും മറക്കരുത്. ഓക്കെ, ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ അവിടെ ഉത്തരം തെറ്റിയപ്പോൾ തന്നെ, കാരണം ഇവരൊരു ഗ്രൂപ്പാണ്, 2x മൈനസ് 1 ഒരുമിച്ചുള്ള ആൾക്കാരെ, അവരെ മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഇനി ഈ 60 ഡിവൈഡ് ബൈ 3 എന്തായിരിക്കും? 60 ഡിവൈഡ് ബൈ 3 നമുക്കിവിടെ 20 എന്ന് കിട്ടും. 60 ഡിവൈഡ് ബൈ 4 15 എന്ന് കിട്ടും. 60 ഡിവൈഡ് ബൈ 5 നമുക്ക് 12 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് താഴെയുള്ള എല്ലാ നമ്പേഴ്സും മിസ്സിംഗ് ആയി, അപ്പോൾ പോയി. ഇപ്പോൾ എളുപ്പമാണ് കാൽക്കുലേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, 20 ഇൻറ്റു 2x മൈനസ് 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15 ഇൻറ്റു 3x മൈനസ് 2 മൈനസ് 12 ഇൻറ്റു 2 മൈനസ് എക്സ് എന്ന് കിട്ടി. ഇനി എന്താ ചെയ്യുക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, വേറെ ഒന്നും ചെയ്യാനില്ല. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എക്സുകാരുള്ള ഒരു സൈഡിലേക്ക് ആക്കുക, ബാക്കിയുള്ളവർ അപ്പുറ സൈഡിലേക്ക് ആക്കുക, ഇത്രയും കണ്ടുപിടിക്കുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 20 ഇൻറ്റു 2x അറിയാലോ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന പറഞ്ഞാൽ ഫ്രണ്ടിലുള്ള നമ്പർ കൊണ്ട്
ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള എല്ലാ നമ്പറിനെയും മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ 20 ഇൻറ്റു 2x നമുക്ക് 40x കിട്ടും. -20 ഇൻറ്റു 1 -20 കിട്ടും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 15 ഇൻറ്റു 3x 45x കിട്ടും. 15 ഇൻറ്റു 2 30 കിട്ടും. -2 ആയതുകൊണ്ട് -30 വരും. ഇനി -12 ഇൻറ്റു 2x ശ്രദ്ധിച്ചോളാണ്. -12 ഇൻറ്റു 2x ആണ്. -12 ഇൻറ്റു 2 -24 -24. ഇനി -12 ഇൻറ്റു -x -12 ഇൻറ്റു -x പ്ലസ് 12x ആവും. മൈനസും കൂടെ ചേർന്ന് പ്ലസ് ആവും. പ്ലസ് 12x എന്ന് കിട്ടും. ഇപ്പോൾ ഈ സൈഡിൽ 40x -20 തന്നെയാണ്, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ 2 എക്സുകാരുണ്ട്, 45x 12x. 45x പ്ലസ് 12x പ്ലസ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് 57x എന്ന് കിട്ടും. 57x -30 -24 -54 എന്ന് കിട്ടും. ഓക്കെ, ഇത് -54 എന്ന് കിട്ടും. ഇനി നമുക്ക് എക്സുകാരെ ഒരു സൈഡിലേക്ക് ആക്കാം, ബാക്കിയുള്ള നമ്പേഴ്സിൻ്റെ സൈഡിലേക്ക് ആക്കാം. ബെറ്റർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ എക്സ് ഉള്ള സൈഡിലേക്ക് കൊണ്ടുവരുവാണെങ്കിൽ കുറച്ചുകൂടെ കോംപ്ലിക്കേഷൻ കുറയ്ക്കാം. ഇവിടെ 40x ആണ്, ഇവിടെ 57x ആണ്. എവിടെയാണോ വലിയ എക്സ് ഉള്ളത്, മീൻസ് എക്സിൻ്റെ കൂടെയുള്ള ആൾ വരുന്നത് ഉള്ളത്, അങ്ങോട്ടേക്ക് മാറ്റുവാണെങ്കിൽ അതായിരിക്കും എളുപ്പം. അതായത് ഈ 57x ഇവിടെ തന്നെ നിർത്താം. 57x ഇവിടെ തന്നെ നിർത്തി ഈ 40x അപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഓക്കെ, 40x അപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും? അത് -40x ആവും. ഇനി ഇവിടെയാണെങ്കിലോ, ഇവിടെ ഈ -20 ഫ്രണ്ടിൽ തന്നെ ഉണ്ട്. ഇപ്പുറത്തുള്ള -54 നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ അത് +54 ആവും. 54 -20 എന്ന് വരാം. ഇനി 54 -20 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 34 എന്ന് കിട്ടും. 54 -20 34 എന്ന് കിട്ടും. 34 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 17x എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് എക്സ് അല്ലേ വേണ്ടേ, അപ്പോൾ 17 എടുത്ത് ഇപ്പുറത്തേക്ക് ഇടാം. 17 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇപ്പുറത്തേക്ക് ഡിവിഷൻ ആവും. 34 / 17 അത് 2 എന്ന് കിട്ടും. 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ്. തിരിച്ചിടുവാണെങ്കിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. തിരിച്ചെഴുതിയാൽ മാത്രമേ ഉള്ളൂ കേട്ടോ, തിരിച്ചും എഴുതി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇതായിരിക്കും ഉത്തരം. നമ്പർ ലൈൻ റെപ്രസെൻ്റ് ചെയ്യാൻ ഓൾറെഡി അറിയാമല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത്.